പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ്. കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന വളരെ ശക്തിയേറിയ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, അനേക കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിൽ ആർക്കും നീക്കാൻ പറ്റാത്ത തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായപ്പോൾ അവർ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് കുടുംബങ്ങളിലേക്ക് അത്ഭുതങ്ങൾ വർഷിക്കപ്പെട്ട അനേക സംഭവങ്ങൾ. റീന വർഗീസ് എന്ന ഒരു സഹോദരിയുടെ കുടുംബത്തിനുണ്ട് അത്ഭുതം. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റീന, എൻ്റെ ഭർത്താവിൻ്റെ പേര് വർഗീസ്, മോളുടെ പേര് ഏഞ്ചൽ മേരി. ഞങ്ങളുടെ വിവാഹം 2003 ഏപ്രിൽ 21 ആയിരുന്നു. ഒരു കുഞ്ഞിനെ ലഭിക്കുവാനുള്ള എല്ലാ ചികിത്സാ രീതികളും ഞങ്ങൾ ചെയ്തു നോക്കി, പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം മക്കളില്ലായിരുന്നു? 15 വർഷം. വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഇവരതിനുള്ള ചികിത്സകളും പ്രാർത്ഥനകളും ഒരുപാട് ചികിത്സിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. ഇവർ കർത്താവിന് എല്ലാ വിധത്തിലും ഇവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വൈദ്യനെ സമീപിക്കുകയും ഡോക്ടർമാരുടെ ചികിത്സകൾ തേടുകയും എല്ലാം ചെയ്തു. 15 വർഷം ചികിത്സയുടെ ഭാഗമായിട്ട് എനിക്ക് പൊക്കിളിൽ കൂടെ ഒരു ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വന്നു. പിന്നീട് എനിക്ക് പീരീഡ്സ് പൊക്കിളിൽ കൂടെയാണ് ആയത്. അതുകൊണ്ട് കുഞ്ഞ് ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ പിതാവ് അതുപോലെ ക്രിട്ടിക്കലായി കാര്യങ്ങൾ. അത് മൂലം എൻ്റെ ഒരു ഫ്രണ്ട് ജാൻസി ബൈജു പറഞ്ഞാണ് ഞങ്ങളിവിടെ ധ്യാനം കൂടാൻ വന്നു. അപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞത്, അട്ടപ്പാടിയിലൊരു പുതിയ ശുശ്രൂഷയുണ്ട്, മലയിലെ ശുശ്രൂഷ എന്നാണ് പേര്. അവിടെ അഭിഷേകാഗ്നി മലയുണ്ട്, കൽക്കുരിശിൻ്റെ അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ പോയ അത്ഭുതം ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊടുത്ത് ഒരു അത്ഭുത അഭിഷേക മലയുണ്ട്. അവിടെ പോയാൽ കർത്താവ് നമ്മുടെ കണ്ണുനീര് സ്വീകരിക്കും, പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ കുരിശിൻ്റെ വഴിയിൽ ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. അതെനിക്ക് ഈ പൊക്കിളിൽ കൂടെയുള്ള ബ്ലീഡിങ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ എനിക്ക് കുഞ്ഞുണ്ടായി, ഗർഭിണിയായി. ആ മാസം തന്നെ പ്രഗ്നൻ്റായി. പിന്നെ ആ കുട്ടിയുമായിട്ട് ഇന്ന് സകുടുംബം ദൈവമേ 15 വർഷം മക്കളുണ്ടായിരുന്നു. ചികിത്സകളെല്ലാം ചെയ്തിട്ട് ക്രിട്ടിക്കലായി, ഗുരുതരായി, പൊക്കിളിൻ്റെ അവിടെ എല്ലാം അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയായി. എന്നിട്ട് ഡോക്ടറിന് തന്നെ അത്ഭുതമായിരുന്നു. ഡോക്ടർ പറഞ്ഞത് എന്നിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നു ഡോക്ടറിന്. ആ മാസം ശരിയല്ലേ, ഇതൊരു അത്ഭുതമല്ലേ ചേട്ടാ? ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, ഈ കുട്ടിയെ ഓപ്പറേഷൻ ചെയ്താണ് എടുത്തത്. ഓപ്പറേഷൻ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ പൊക്കിളിൻ്റെ ചുറ്റോട് എൻഡോമെട്രിയാസിസ് വന്ന്
ഭയങ്കര ക്രിട്ടിക്കലായ സ്റ്റേജിൽ. ഡോക്ടർക്ക് ഇതൊന്നും സ്കാനിങ്ങിലൊന്നും മനസ്സിലായില്ല. പക്ഷെ കുട്ടിയെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർക്ക് ഇത് മനസ്സിലായത്. കുട്ടിക്ക് മനസ്സിലായി പണ്ട് ഇതുപോലെ ഒരു മൈക്കിൻ്റെ അടുത്ത് വന്ന് വചനം കേട്ടതാണ്. കുട്ടിക്ക് വിട്ടില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ്, ബ്ലഡ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർക്ക് ഇത് ഇത്രയും സീരിയസ് ആണെന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെക്കപ്പിന് ചെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, റീന ഇതൊരു മിറാക്കിളാട്ടോ, ഒരിക്കലും ഒന്നുമല്ല ഈ കുട്ടിക്കോ അല്ലെങ്കിൽ റീനയ്ക്കോ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് വളരെ നടക്കാത്ത കാര്യമാണ്. മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ നടക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല. മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഇത് അസാധ്യമാണ്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ എല്ലാ ഗൈനക്കോളജിയുടെ ഡോക്ടർമാരും റീനയുടെ അടുത്ത് എല്ലാ ദിവസവും വരുമായിരുന്നു. ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും എൻഡോമെട്രിയാസിസ് ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞില്ല, അറിയാൻ പറ്റിയില്ലേ? ഈ ചോദിച്ച ഡോക്ടറുടെ അടുത്ത് തന്നെ ഞങ്ങൾ ഇതിന് ചെന്നതാണ്. കർത്താവ് നോക്കിയേ, അത്ഭുതം കണ്ട. അവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. അപ്പോൾ ഡോക്ടർ അവസാനം പറഞ്ഞു, റീന നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഓർക്കണം. കണ്ടോ യേശുവേ, സത്യം ഉണ്ടായതാണ്. അങ്ങനത്തെ ഒരു മലയിലാണ് ഇപ്പം നിങ്ങൾ വന്നിങ്ങ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലൊരു അത്ഭുതം നിങ്ങൾ പ്രാർത്ഥിച്ച കർത്താവ് ചെയ്തു തരും. യേശപ്പാ, ഇതുമാതിരി ഒരു മൈക്കിൻ്റെ അടുത്ത് വന്നിരുന്ന് ഒരു വചനം കേട്ടതാ കുട്ടിയെ. അല്ല, ഈ മൈക്ക് തന്നെയാണോന്നാ ചോദിക്കുന്നത്. പൊക്കിളിൽ കൂടെ ബ്ലീഡിങ് മാറി. ആ പൊക്കിളിൽ കൂടെ ബ്ലീഡിങ് വരുവായിരുന്നു. പീരീഡൊക്കെ വരുമ്പം 6 വർഷമായിട്ട് പൊക്കിളിൽ കൂടെ ബ്ലീഡിങ് ആയിരുന്നു. ഒത്തിരി ഹോസ്പിറ്റലിൽ പോയി PVSലൊക്കെ ചെന്നപ്പോൾ പറഞ്ഞ് ക്യാൻസർ ആണോ, ബയോപ്സി കഴിക്കണം, നോക്കണമെന്ന് പറഞ്ഞു. 6 വർഷമായിട്ട് പൊക്കിളിൽ കൂടെയാണ് ഈ ബ്ലീഡിങ് വരണത്. ഇവിടെ അത് മാറി. ആ മാസം തന്നെ എനിക്ക് ദൈവമേ, ഈ മലയെ വന്ന് എൻ്റെ യേശുവിനെ നാമം നിങ്ങൾ വിളിക്കണ്ട, ഇവിടെ ഇരിക്കുക. പിന്നെ ഞാൻ ഈ കൽക്കുരിശിന്റെ അവിടെ ഇങ്ങനെ എഴുതിയിട്ടു. എനിക്ക് ഭർത്താവിന് 50 വയസ്സായി, എനിക്ക് 40 വയസ്സായി. 15 വർഷം. ദൈവമേ, ഇവര് ചേച്ചി കുറച്ചു കാലം കൂടെ മക്കൾ ഉണ്ടായില്ലെന്ന് വിചാരിക്കും. കാലം കഴിഞ്ഞു പോവുകയാണ്. ഭർത്താവിന് 50 വയസ്സായി. ഹല്ലേലൂയ. ചേച്ചിക്ക് 40 വയസ്സ്. കർത്താവേ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേൽക്കാം. ഒരുമിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. ഈ സമയം പ്രകടമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കുടുംബങ്ങളിലേക്ക് വർഷിക്കപ്പെടട്ടെ. ആരെങ്കിലും ദൂരസ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വേഗം ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കുടുംബത്തിൽ ഒരുമിച്ച് കൂടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ശനിയാഴ്ചയും ലക്ഷോപലക്ഷം കുടുംബങ്ങളിലിരുന്ന് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപവാസം എടുത്ത് ത്യാഗം സഹിച്ച് കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ വലിയ അനുഗ്രഹം ഇപ്പോൾ ലഭിക്കും. നിങ്ങൾ ആരെങ്കിലും അത് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച തൊട്ട് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ കുരിശിൻ്റെ വഴി നടത്തി ഞായറാഴ്ച അഭിഷേകത്തിന് കാണുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ എല്ലാവരും 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഓൾ ചിൽഡ്രൻ പ്ലീസ് കം ആൻഡ് ജോയിൻ ടുഗദർ. എല്ലാവരും വന്ന് കുടുംബത്തോട് ഒന്നിച്ച് ചേരുക. ഓൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, യൂത്ത്, യങ് അഡൾട്ട്സ് പ്ലീസ് ജോയിൻ ടുഗദർ. എല്ലാവരും വരിക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉച്ചത്തിൽ എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഓ പിതാവേ, അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ കുരിശുമരണ യോഗ്യതയാൽ അന്ധകാരങ്ങൾ ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ. തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. കുടുംബങ്ങൾ ഉണരട്ടെ. ദേശാന്തരങ്ങളിലേക്ക് യേശുവിന്റെ തിരു രക്തത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഒരു തിന്മയും എന്നെ തൊടുകയില്ല. ജീസസ് ക്രൈസ്റ്റ്. പാപത്തിനെന്റെ മേൽ ഭരണമില്ല. Glory, glory.
ദൈവമേ, അത്ഭുതങ്ങൾ സംഭവിക്കും. കുടുംബങ്ങളിൽ നിന്ന് പാപത്തിന്റെ ആധിപത്യങ്ങൾ ഈ രാത്രി യേശു നാമത്തിൽ വിട്ടുമാറി പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി. വിശുദ്ധന്റെ അടിപ്പിണറാ ജീസസ് ക്രൈസ്റ്റ് രോഗങ്ങളേറ്റെടുത്തു. യെസ് ലോർഡ്. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. വിശുദ്ധന്റെ അടിപ്പിണറാ എന്റെ രോഗങ്ങളേറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. വലിയ വിശ്വാസത്തോടെ ലോകത്തിനെന്റെ മേൽ ഭരണമില്ല, ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. ലോകത്തിനെന്റെ മേൽ ഭരണമില്ല, ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. വിട്ടുപോകാം ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. എന്നേക്കും വിട്ടുപോകാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. അന്ധകാരത്തിന്റെ അധിപതികൾ ഇപ്പോൾ കൂട്ടത്തോടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് അന്ധകാര രൂപത്തിൽ നിവധിക്കട്ടെ. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശിൻ്റെ വഴി എന്നത് ശക്തിയുള്ള പ്രാർത്ഥനയാണ്. കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കുമ്പോൾ നാം യേശുവിൻ്റെ പീഡാസഹനങ്ങളെയാണ് ധ്യാനിക്കുന്നത്. യേശുവിൻ്റെ പീഡാസഹനം, യേശുവിൻ്റെ ഉത്ഥാനം, യേശുവിൻ്റെ ശരീരത്തിലേറ്റ പാടുപീടകൾ. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 17 മുതൽ 21 വരെ തിരുലിഖിതങ്ങൾ. 1 Peter chapter 1 verses 17 to 21. ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് കേൾക്കേണ്ട സമയത്ത് കേൾക്കും, അറിയേണ്ട സമയത്ത് അറിയും. ഇപ്പോൾ അതിനുള്ള സമയമാണ്. ഇപ്പോൾ കൃപയുടെ സമയമാണ്. ക്രൂശിതനായ യേശുവിനെ അറിയേണ്ട സമയം. ക്രൂശിതനായ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അവിടുത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കേണ്ട സമയം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇത് നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത്.
അവിടുത്തെ പിതാവായ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അവിടുത്തെ നിശ്ചിത പദ്ധതി അനുസരിച്ചാണ് ഞാനും നിങ്ങളും ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ യേശുവിനെ ധ്യാനിക്കുമ്പോൾ, അതും ക്രൂശിതനായ യേശുവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, യേശുവിൻ്റെ പീഡാസഹനം ധ്യാനിക്കുമ്പോൾ അവിടെ സ്വർഗം ഇറങ്ങി വരുന്നുണ്ട്. അവിടെ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ട്, അവിടെ പിതാവിൻ്റെ സ്നേഹമുണ്ട്, അവിടെ വിടുതലുണ്ട്, ഡെലിവറൻസ് ഉണ്ട്, അവിടെ സൗഖ്യമുണ്ട്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴുള്ള വ്യത്യാസം. മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും കുരിശിൻ്റെ വഴി പ്രാർത്ഥന വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യം, കുരിശിൻ്റെ വഴിയിൽ മുഴുവനും യേശു ക്രിസ്തുവിനെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയാണ് ധ്യാനിക്കുന്നത്. ദൈവപുത്രനായ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെയാണ് ധ്യാനിക്കുന്നത്. ക്രൂശിതനായ യേശുവിനെയാണ് നാം മനസ്സിൽ ധ്യാനിക്കുന്നത്. ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ വളരെ വളരെ രോഗത്തെ കഷ്ടപ്പെട്ടപ്പോൾ ക്രൂശിതനായ യേശുവിനെ ധ്യാനിച്ചപ്പോൾ എങ്ങനെയാണ് സ്വർഗം ഇടപെട്ടത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മേഴ്സി, ഭർത്താവിൻ്റെ പേര് ജോർജ് ഊട്ടി. ഞങ്ങൾ ചങ്ങനാശ്ശേരി ഈത്തത്താന ഇടവകയിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 14 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 14 വർഷം കുട്ടികളില്ലായിരുന്നു. ഒത്തിരിയും ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒത്തിരി ആശുപത്രിയിൽ കാണിച്ചു. ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്തു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. രണ്ടാമതും ഒരു ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഇനി കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം 2 ട്യൂബിൽ ഒരു ട്യൂബ് മൊത്തം ബ്ലോക്കായി പഞ്ചറായിപ്പോയി, അതുകൊണ്ട് പറ്റത്തില്ല. മറ്റു ട്യൂബിൻ്റെ മൗത്ത് ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. നിങ്ങളൊരു കാര്യം IVF ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അന്നേരം തന്നെ അവിടെ വെച്ച് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എന്ന് അന്നേരം തന്നെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോയി തീരുമാനം എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇല്ല വേണ്ട എന്ന് പറഞ്ഞു. ഈ കുടുംബം നല്ല ഒരു കത്തോലിക്ക കുടുംബമാണ്. കാരണം എന്താ? കത്തോലിക്ക വിശ്വാസപ്രകാരം IVF പാപമാണ്. അപ്പോൾ കൂടി പറഞ്ഞു കുട്ടികളിരുന്നുള്ളൂ, പാപം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു നേട്ടവും വേണ്ട എന്നങ്ങോട്ട് തീരുമാനമെടുത്തു. എന്നിട്ട് ഡോക്ടർ എന്നെ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ എന്തെങ്കിലും മെറിക്കിൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് അവിടുന്ന് ഇറങ്ങിയതാണ്, പിന്നീട് ഞങ്ങൾ പോയിട്ടില്ല. ഡോക്ടർ കൈവിട്ടു, ഇനി എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കട്ടെ നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ് ഡോക്ടർ കൈവിട്ടു. ഇവർക്ക് കുലുക്കൽ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്, ഞങ്ങൾക്ക് ദൈവമാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അപ്പോഴേ അവരവിടുന്ന് പോകുന്നു. അന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ദൈവം തരുന്നോ ഇല്ലയോ എന്നല്ല, എനിക്ക് അട്ടപ്പാടിയിൽ ധ്യാനത്തിന് പോയിരിക്കണം, എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ചില ചേച്ചിമാരായ ഒരു പ്രാപ്തി വേണം. അട്ടപ്പാടി പോയിരിക്കണം, അത്ഭുതം ഉണ്ടാകില്ല, അത് രണ്ടാമത്തെ കാര്യം. ഞാൻ അതിനുവേണ്ടിയല്ല, എനിക്ക് അട്ടപ്പാടിയിൽ പോയി ധ്യാനം കൂടണം. ഹസ്ബൻഡിനോട് ഒരു കർശനമായ നിർദ്ദേശം കൊടുത്തു. 2016 ജൂലൈ മാസം 3-ാമത്തെ ആഴ്ച ഞങ്ങളിവിടെ ധ്യാനത്തിന് വന്നായിരുന്നു. തൈലാഭിഷേക പ്രാർത്ഥന സമയത്ത് സിസ്റ്റർ പറഞ്ഞു പേടിക്കേണ്ട, നിങ്ങൾക്ക് കുട്ടിയെ കിട്ടും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്കിൽ പറയുന്നുണ്ട് ദൈവം നിങ്ങൾക്ക് സന്താന പുഷ്ടികൾ തരുമെന്ന് എന്ന് വചനം പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ ഞാനും കുറേ വചനം പറഞ്ഞു എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞു. 6 മാസത്തിന് മുന്നേ എനിക്ക് ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും 14-ാം സ്ഥലം എനിക്ക് മുട്ടിന്മേൽ ചൊല്ലണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഞാൻ വീട്ടിൽ പോയി ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു, മെറ്റിൽ വാരിയിട്ടു. പേരയ്ക്കകത്ത് ആരുമില്ലായിരുന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ്. രാവിലെ പണിക്ക് പോയാൽ വൈകുന്നേരമാണ് വരുന്നത്. മെറ്റിൽ വാരിയിട്ടു. ഞാൻ 21 ദിവസം മുട്ടിന്മേൽ ഇരുന്നു. ഞാൻ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോഴത്തേക്ക് സാംസൺ അച്ഛൻ പറയുമായിരുന്നു എന്ത് കാര്യം സാധിക്കണമെങ്കിലും അവിടെ ചെന്ന് മുട്ടിന്മേൽ നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് സാധിച്ചിരിക്കുമെന്ന്. പക്ഷെ അന്ന് എനിക്ക് പറ്റിയില്ല. അത് ഞാൻ വീട്ടിൽ പോയി ചെയ്തു. 21 ദിവസം ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചു. ആ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സഹോദരിക്ക് ഭവനം വയ്ക്കാനുള്ളൊരു തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ആ സഹോദരിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഈ 2 കാര്യവും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് സാധിച്ചു തന്നിരിക്കണമെന്ന് പറഞ്ഞു. അന്ന് മാർച്ച് 6-ാം തീയതി 21 ദിവസം പൂർത്തിയായ അന്ന് മാർച്ച് 6-ാം തീയതി അവർക്ക് കല്ലിടാനും പറ്റി. അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം
എനിക്ക് ഗർഭിണിയാണെന്ന് എനിക്ക് വിവരം അറിയാനും പറ്റി. ആ കിട്ടത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ഞാൻ പോയപ്പോൾ ഡോക്ടർ ചോദിക്കുക ഇതെങ്ങനെ സംഭവിച്ചെന്ന്. ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടുണ്ടാവും. കാരണം അതെല്ലാം അഞ്ചറ് പഞ്ചറായി കിടക്കാന്ന് പറഞ്ഞു വിട്ടത്, അതെല്ലാം നേരെയായി. അങ്ങനെ 9-ാം മാസം ഒക്ടോബർ 14-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു. ഈശോ എല്ലാ പ്രതിസന്ധികളും നീക്കി നിങ്ങൾക്ക് സന്തോഷമാണോ? എന്നാ കൈ നല്ല ആരവങ്ങളോടെ കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഗ്ലോറി ഗ്ലോറി. ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമില്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 16-17 തിരുലിഖിതങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയൊരു പ്രവചനം അത് പുതിയ നിയമത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. മാത്യു ചാപ്റ്റർ 8 വേഴ്സസ് 16 and 17. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. യേശു ക്രിസ്തു ജനിക്കുന്നതിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തിയ വലിയൊരു വെളിപ്പെടുത്തലാണ് യേശു ജനിക്കും. യേശു ജനിക്കുമ്പോൾ അവൻ ബലഹീനതകൾ ഏറ്റെടുക്കും, തകർന്നവരുടെ തകർച്ചകൾ ഏറ്റെടുക്കും, ദുഃഖിതരുടെ ദുഃഖഭാരങ്ങൾ ഏറ്റെടുക്കും, പാപികളുടെ പാപങ്ങൾ ഏറ്റെടുക്കും, ശപിക്കപ്പെട്ടവരുടെ ശാപങ്ങൾ ഏറ്റെടുക്കും, വലിയ തരത്തിൽ ബലഹീനതയുള്ളതിൻ്റെ ബലഹീനതകൾ അവിടെ നിന്ന് ഏറ്റെടുക്കും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ മകളെ, നീ ഒരു മദ്യപാനിയാണോ? നീ ഹാൻസിനും പാൻപരാഗിനും അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഏതെങ്കിലും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? ബലഹീനതയ്ക്ക് അടിമപ്പെട്ടൊരു വ്യക്തിയാണോ? നിൻ്റെ ബലഹീനതകൾ ഏറ്റെടുത്തവനായ ഒരുവനുണ്ട്, യേശു ക്രിസ്തു. നീ രോഗിയാണോ? നിന്റെ രോഗങ്ങൾ ഏറ്റെടുത്തവനായ ഒരുവനുണ്ട്, യേശു ക്രിസ്തു. നീ തകർന്നിരിക്കുന്നൊരു വ്യക്തി, തകർച്ചകളെ ഏറ്റെടുത്തവനാണ് യേശു ക്രിസ്തു. അവൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ, അവൻ്റെ ശരീരത്തിലേറ്റ മുറിവുകളുടെ യോഗ്യതയാൽ, അവൻ്റെ ശരീരത്തിലെ പാടുപിടകളുടെ യോഗ്യതയാൽ, ചമ്മട്ടിയുടെ ഏറ്റ് ഒരു മാംസ കഷ്ണം പോലെയായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവൻ സഹിച്ചു തീർത്ത, അവൻ ഏറ്റെടുത്ത സഹനത്തിൻ്റെ യോഗ്യതയാൽ ഇന്ന് ഞാനും നിങ്ങൾ അവൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് എനിക്ക് കൃപയുണ്ട്, സ്വർഗത്തിൽ നിന്ന് എനിക്ക് വിശുദ്ധിയുടെ അഭിഷേകമുണ്ട്, സ്വർഗത്തിൽ നിന്ന് എനിക്ക് ആത്മാവിൻ്റെ നിറവുണ്ട്, സ്വർഗത്തിൽ നിന്ന് എനിക്ക് എല്ലാ ദാനങ്ങളും വർഷിക്കപ്പെടും. യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ധ്യാനം. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് പോലെ തന്നെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ് യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതാണ് കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന, അതാണ് കരുണക്കൊന്തയുടെ പ്രാർത്ഥന. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 24 25 തിരുലിഖിതങ്ങളിൽ ഇത് വീണ്ടും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. തുടർന്ന് വളരെയധികം ശ്രദ്ധിക്കണം. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവുകളെ ധ്യാനിക്കുക, യേശുവിൻ്റെ തിരുരക്തത്തെ ധ്യാനിക്കുക,
യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുക. എൻ്റെ ആത്മരക്ഷ അവിടെയുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിലെ രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം അവിടെയുണ്ട്. എൻ്റെ പൈശാചിക പീഡകളിൽ നിന്നുള്ള വിടുതൽ അവിടെയുണ്ട്. ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്ന തടസ്സങ്ങളിൽ നിന്നുള്ള മോചനം അവിടെയുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ, മകളെ, ഇന്ന് നീ ഹൃദയം കൊണ്ട് ഇത് അംഗീകരിച്ച്, നീ ഹൃദയം കൊണ്ട് ഇത് വിശ്വസിച്ച്, യേശുവിനെ ധ്യാനിച്ച് ഒരു കുരിശിന് വടിച്ചതിൽ ഇന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. എല്ലാ വെള്ളിയാഴ്ച കുരിശിന് വടിച്ചെല്ലാം ഒന്ന് ചിന്തിച്ച് ഒരു കർത്താവിൻ്റെ സന്നിധി എളിമപ്പെട്ടെന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഒരു നിശ്ചിത നിയോഗം വെച്ച്, എൻ്റെ യേശുവിൻ്റെ പീഡാസന യോഗ്യതയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എൻ്റെ യേശുവിൻ്റെ പീഡാസന യോഗ്യതയാൽ എനിക്ക് വിടുതൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, ആ വിടുതൽ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് ത്യാഗം സഹിച്ച് യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ച് കുരിശിൻ്റെ വഴി ചൊല്ലി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ദൈവം എങ്ങനെ ഇടപെടുന്നുവെന്ന് അനുഭവിച്ച് മനസ്സിലാക്കുക മക്കളെ. 1 പത്രോസ് 2:25 വായിക്കുന്നത് എങ്ങനെയാണ്? അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെ ആയിരുന്നു നിങ്ങൾ, എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ ധ്യാനിച്ച് നമുക്ക് തീഷ്ണതയോടെ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം 2 കരങ്ങൾ ഉയർത്തി എത്രമാത്രം സ്നേഹത്തോടെ യേശുവിനെ ആരാധിക്കാമോ, എത്രമാത്രം സ്നേഹത്തോടെ യേശുവിൻ്റെ പീഡാസഹനങ്ങൾ ധ്യാനിക്കാമോ, അത്രയും സ്നേഹത്തോടെ യേശുവിൻ്റെ പീഡാസഹനങ്ങൾ ധ്യാനിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. കുട്ടികൾ കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കണം. യേശുവിൻ്റെ ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്ന യേശുവിൻ്റെ പീഡാസഹനമേറ്റ ശരീരം കാണുക. ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരിടവില്ലാത്ത വിധം തകർക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം കാണുക. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിനെ ധ്യാനിക്കുക. ഇപ്പോൾ എല്ലാ മക്കളും വിളിക്കുക, യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുക. ഈശോയിലേക്ക് നോക്കുക. ഓരോരുത്തരും, എല്ലാ കുടുംബങ്ങളും, സകല മക്കളും 2 കരങ്ങൾ ഉയർത്തി യേശുവിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എന്റെ രക്ഷിതാവേ, എനിക്കായി നിൻ രക്തം ചൊരിഞ്ഞ നാഥാ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച നാഥ യേശുവേ, എനിക്കായി നിൻ രക്തം ചൊരിഞ്ഞ നാഥാ, യേശുവേ